ഇമാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ റമദാൻ വസ്ത്രശോഭയുമായി നൂർ വസ്ത്ര റമദാൻ സ്പെഷ്യൽ കളക്ഷൻസ്. ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി. തൃത്താല യജ്ഞേശ്വരം ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം ഭക്തിനിർഭരമായി. ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായാണ് ഇവിടെ പൊങ്കാല സമർപ്പണം നടത്തിയത്. നിരവധി സ്ത്രീകൾ പങ്കാളികളായി. ക്ഷേത്രം പൂജാരി ആനന്ദ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പൊങ്കാല സമർപ്പണം നടത്തിയത്. നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുവാൻ സാധിക്കാത്ത വിശ്വാസികൾക്കായാണ് വെള്ളിയാങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്രമുറ്റത്ത് പൊങ്കാല സമർപ്പണം നടത്തിയത്. പൈതൃക പെരുമയാലും ഐതിഹ്യങ്ങളാലും സമ്പന്നമായ വെള്ളിയാങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്രത്തിൽ നൂറുകണക്കിന് സ്ത്രീകളാണ് പൊങ്കാല സമർപ്പിക്കാൻ എത്തിയത്. ഞാൻ കഴിഞ്ഞ വർഷം എഴുതിയതാണ്, നമുക്ക് സാധിച്ചില്ല. അപ്പോൾ മുതൽ ഒരു ആഗ്രഹം അല്ലാതെ ഇല്ലായിരുന്നു ഇങ്ങനെ പൊങ്കാല ഇടണം. ഈ വർഷം സാധിക്കില്ല എന്നുള്ളൊരു ടെൻഷൻ വന്നെങ്കിലും എന്തോ ഭഗവതിയുടെ സഹായം കൊണ്ട് സാധിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമായി പൊങ്കാല ഇടാൻ സാധിച്ചു. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണേ. അതിൻ്റെതായിട്ടുള്ള ഒരു അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ നല്ലപോലെ പറഞ്ഞു തന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ഓരോരോ കാര്യങ്ങളും വൃത്തിക്ക് പറഞ്ഞു തന്ന് അതിൻ്റെതായ എന്തിനാണ് നമ്മളത് ചെയ്യണേന്നും കൂടെ പറഞ്ഞു തന്നിട്ടാണ് നമുക്ക് കാര്യങ്ങളൊക്കെ അത്രയും വൃത്തിയിൽ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്തു. ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പൊങ്കാല സമർപ്പണം. രാവിലെ ക്ഷേത്രം പൂജാരി ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകർന്നുകൊണ്ട് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പുകളിൽ വിശ്വാസികൾ പൊങ്കാല തയ്യാറാക്കി സമർപ്പിച്ചു. ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ പൊങ്കാല. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അടുത്ത വർഷവും ഇത് വീണ്ടും ഇതിലും പുരോഗതിയിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. ആറ്റുകാൽ പോകാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഇവിടെ വന്നിട്ട് പൊങ്കാല ആദ്യമായിട്ട് ഇടാണ്. ഈ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള വെയിലില് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പൊങ്കാല നല്ല രീതിക്ക് ഇടാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷവതിയാണ്. മാതൃസമിതി സെക്രട്ടറി ഷീല ഗോപിനാഥ്, ഉഷ പ്രസാദ്, ഉണ്ണികൃഷ്ണൻ, മണികണ്ഠൻ പ്രസാദ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വരും വർഷങ്ങളിൽ പൊങ്കാല മഹോത്സവം വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു.